ഏണസ്റ്റ് അക്കാഡമി മറ്റൊരു അഗ്രികൾച്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ എക്സാം ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ബൂസ്റ്റ് ആക്കിക്കൊണ്ട് ഞാൻ സോയിൽ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് എർത്ത് എന്നാണ്. എത്രയാണ് എർത്തിന്റെ ഡെൻസിറ്റി വരുന്നത്? ഇവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ 5.5, ഓപ്ഷൻ ബി 2.6, 2.7, ഓപ്ഷൻ സി 1.3, ഓപ്ഷൻ ഡി 2.6 ഗ്രാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ് എർത്തിൻ്റെ എത്രയാണ് ഡെൻസിറ്റി ഓഫ് എർത്ത് എത്രയാണെന്നല്ലേ. അത് എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഡെൻസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് 5.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. എത്രയാണ്? 5.5 ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പം ഇതിന് ആൻസർ അറിയാത്തവരാണെങ്കിൽ എന്നോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. ഡെൻസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് 5.5 ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മുടെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കിയാലോ. 2.6 to 2.7 ഗ്രാം വെച്ചാൽ ഡെൻസിറ്റി ഓഫ് റോക്കിൻ്റെ ഡെൻസിറ്റി ആണ്. അപ്പോൾ റോക്കിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 2.6 to 2.7 ആണ്. അടുത്ത ബൾക്ക് ഡെൻസിറ്റി ആണ് 1.3 ഗ്രാം. എത്രയാണ്? 1.3 ഗ്രാം എന്താണ്? ബൾക്ക് ഡെൻസിറ്റി ആണ്. അതുപോലെ 2.6 ഗ്രാം എന്താണ്? പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണ്. ഇപ്പം ഈ ബൾക്ക് ഡെൻസിറ്റിക്കും പാർട്ടിക്കിൾ ഡെൻസിറ്റിക്കും മറ്റൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഓൺ ദ എർത്ത് ക്രസ്റ്റിലുള്ള മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സിലിക്കൺ, അലൂമിനിയം, ഓക്സിജൻ, അയൺ എന്നിവയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? അലൂമിനിയം ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഓൺ എർത്ത് ക്രസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ആണ്. അടുത്തത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഏതാണ്? നോൺ മെറ്റൽ ഏതാണ്? സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് നോൺ മെറ്റൽ ഏതാണ്? സിലിക്കൺ ആണ് സെക്കൻഡ് മോസ്റ്റ് നോൺ അബണ്ടന്റ് മെറ്റൽ. ഓക്സിജൻ വരുന്നത് മോസ്റ്റ് അബണ്ടന്റ് നോൺ മെറ്റലാണ് ഓക്സിജന്. അയൺ വരുന്നത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റലുമാണ് അയൺ. അപ്പോൾ ഈ 4 എലമെന്റ്സും എന്തിനൊക്കെയാണ് എവിടെയാണ് കൂടുതലെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം എർത്തിൻ്റെ ക്രസ്റ്റിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയവും, അതുപോലെ തന്നെ സെക്കൻഡുള്ള ഏറ്റവും കൂടുതൽ സിലിക്കണും, നോൺ മെറ്റൽ ആണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്സിജനും, ഏറ്റവും കുറവുള്ളത് അയണുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ബേസിക് ആണ് അല്ലേ. നമ്മൾ സോയിൽ സയൻസ് പഠിച്ചപ്പോഴേ ഫാദർ ഓഫ് സോയിൽ സയൻസ് ഏത് ലാംഗ്വേജിൽ നിന്നാണ്? സോയിൽ സയൻസിൻ്റെ പെഡോളജി എന്താണ്, എഡഫോളജി എന്താണ്, പെട്രോളജി എന്താണ്, സോയിൽ പ്രൊഫൈല്, ഇതെല്ലാം നമ്മൾ പഠിച്ച ആൾക്കാരാണ്. അപ്പം നമുക്കിത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇതുപോലൊരു PYQ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സോയിൽ സയൻസിനെ പറ്റി ഒന്നും അറിയാത്തൊരാൾക്ക് ജസ്റ്റ് ഈ ഒരു PYQ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കാണും. സ്റ്റഡി ഓഫ് സോയിൽ റിലേഷൻ ടു ഒറിജിൻ, ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് സോയിൽ. ഹിയർ സോയിൽ ഈസ് കൺസിഡേർഡ് ടു ബി നാച്ചുറൽ ബോഡി. ഇത് എന്തിനെയാണ് പറയുന്നത്? സോയിലിന് ഇതൊരു ഡെഫിനേഷൻ ആണെന്ന് മനസ്സിലായല്ലേ. ഈ ഡെഫിനേഷൻ എന്തിൻ്റെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? സ്റ്റഡി ഓഫ് സോയിൽ റിലേഷൻ ടു ഒറിജിൻ, ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് സോയില്. ഒറിജിന്, ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ. ഒറിജിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഏതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് പെഡോളജിയാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പം സോയിൽ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് സോയിൽ അല്ലെങ്കിൽ ഒറിജിൻ്റെ സോയിലിനെ പറ്റി പഠിക്കുകയാണ് ഈ പെഡോളജി എന്നും. എഡഫോളജി എന്ന് വെച്ചാൽ സോയിലും പ്ലാന്റും തമ്മിലുള്ള റിലേഷനെ പറ്റി പഠിക്കുകയാണ് എന്ന് എഡഫോളജി എന്നും. പെട്രോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് റോക്ക്, പാറകളെ പറ്റി പഠിക്കുന്നതിന് നമ്മൾ പെട്രോളജി എന്നും പറയുന്നുണ്ട്. പെഡോജെനിസിസ് എന്ന് പറഞ്ഞാൽ സോയിൽ ഫോർമേഷനെയാണ് പെഡോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following horizon is least affected by soil forming process is also called least weathering? അപ്പം ലീസ്റ്റ് വെതറിങ് ഇപ്പം നമുക്ക് അറിയാം സോയിൽ വെർട്ടിക്കൽ സെക്ഷനാണ്. സോയിലിന് കുറേ പ്രൊഫൈലുണ്ട്, O ഹൊറിസോൺ ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മൾ സോളോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, റീഗോലിത്ത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും ലീസ്റ്റ് വെതറിങ് നടക്കുന്നത് ഏത് സോണിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ഹൊറിസോണിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് B, A ഹൊറിസോൺ, C ഹൊറിസോൺ, O ഹൊറിസോൺ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് C ഹൊറിസോൺ ആണ് ലീസ്റ്റ് വെതറിങ് നടക്കുന്നത്. ഏതാണ് ലീസ്റ്റ് വെതറിങ് നടക്കുന്നത്? ഏത് ഹൊറിസോണിലാണ്?
സി ഹൊറിസോണിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ നാച്ചുറലി ഒക്വയറിംഗ് ഇനോർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് കെമിക്കൽ കമ്പോസിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ജിയോമെട്രി ഫോം ഈസ് കാൾഡ്. ഇവിടെ ഒരു പേരുണ്ട്, ജിയോമെട്രി ഫോം എന്തിൻ്റെയാണ്? എ നാച്ചുറൽ ഒക്വയറിംഗ് ഇനോർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് കെമിക്കൽ കമ്പോസിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജിയോമെട്രിക് ഫോം ഈസ് കാൾഡ്. എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? റോക്കാണോ, റീഗോളിയത്താണോ, മിനറലാണോ, അതോ ബോത്ത് എ ആൻഡ് ബി ആണോ? ഏതാണ് ഇതിൻ്റെ ആൻസർ വരിക? ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. എ നാച്ചുറലി ഒക്വറിംഗ് ഇനോർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് കെമിക്കൽ കമ്പോസിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ജിയോമെട്രിക് ഫോം ഈസ് നോൺ ആസ് അല്ലെങ്കിൽ ഈസ് കാൾഡ്. ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? മിനറൽസ് എന്നാണ്. അതായത് നമ്മൾ കെമിക്കൽ ഡീകമ്പോസിഷൻ വഴി ഉണ്ടാകുന്ന ജിയോമെട്രിക് ഫോമിന് നമ്മൾ മിനറൽസ് എന്നാണ് പറയുന്നത്. എന്താണ് മിനറൽസ്? അപ്പോൾ എന്താണ് മിനറൽസ്? കെമിക്കൽ ഡീകമ്പോസിഷൻ വഴി ഉണ്ടാകുന്ന ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ജിയോമെട്രിക് ഫോമിന് നമ്മൾ മിനറൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റോക്സ് ഫോംഡ് ഫ്രം എ സോൾഡിഫിക്കേഷൻ ആൻഡ് കൺസോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ. അപ്പം ഇതിൽ ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനുമായിട്ട് ബന്ധമുള്ളത്? റോക്സ് ഫോംഡ് ഫ്രം എ സോളിഡിഫിക്കേഷൻ ആൻഡ് കൺസോൾഡിഫിക്കേഷൻ ഓഫ് എ മോൾട്ടൺ മാഗ്മ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇഗ്നേഷ്യസ് ആണോ, സെഡിമെൻ്ററി ആണോ, പ്രൈമറി ആണോ, അത് ബോത്ത് എ ആൻഡ് സി ആണോ? ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇഗ്നേഷ്യസ് റോക്ക്, അതിൻ്റെ എക്സാമ്പിൾ അറിയാം. സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിൾ അറിയാം. പ്രൈമറി റോക്ക് എന്താണെന്ന് അറിയാം. അപ്പം നമുക്ക് എല്ലാം അറിയാം. അപ്പം നമുക്ക് ഇതിന് ആൻസർ പെട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് സി ആണ്. അതായത് ഇഗ്നേഷ്യസ് റോക്കും പ്രൈമറി റോക്കും കൂടെ ചെയ്താണ് മോൾട്ടൺ മാഗ്മ. അതായത് റോക്സ് ആർ ഫോംഡ് ഫ്രം ഏതിൻ്റെയൊക്കെയാണ്? ഇഗ്നേഷ്യസ് റോക്കിൻ്റെയും പ്രൈമറി റോക്സിനും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റോക്ക്, പാറകൾ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാമേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസിഡിക് ഇൻട്രൂസീവ് റോക്ക്? ഇതിൽ ഏതാണ് അസിഡിക് ആയിട്ടുള്ള ഇൻട്രൂസീവ് റോക്ക് എന്നാണ്. അപ്പം നമ്മൾ റോക്കിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ സിലബസിൽ എടുത്ത് അവർ പറയുന്നുണ്ട് റോക്ക്, സോയിൽ ഫോർമേഷൻ, എല്ലാ കാര്യം. അപ്പം അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു റെഫർ ചെയ്യാൻ ബുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ഇത് പഠിക്കുക. ഇത് അറിയാത്തവർക്ക് ഇത് എന്നേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ പോയി പഠിക്കാം. അത്രേ ഉള്ളൂ. ഇതിന് ഓപ്ഷൻസ് വരുന്നത് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ജെനസിസ്, അതുപോലെ സാൻഡ്സ്റ്റോൺ. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? അസിഡിക് ഇൻട്രൂസീവ് റോക്ക് ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് ആണ് ഏത്? അസിഡിക് ഇൻട്രൂസീവ് റോക്ക്. ഏതാണ്? ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഈ ബസാൾട്ടും ജെനസിസും സാൻഡ്സ്റ്റോണും ഒക്കെ എന്താണ്? ബസാൾട്ട് വരുന്നത് ബേസിക് എക്സ്ട്രൂസീവ് ആണ്. ബേസിക് ആണ്, എക്സ്ട്രൂസീവ് റോക്കാണ്. അല്ലെങ്കിൽ ബേസിക് എക്സ്ട്രൂസീവ് റോക്ക് ഏതാണെന്ന് വെച്ചാൽ ബസാൾട്ട്. മെറ്റാമോർഫിക് റോക്ക് ഏതാണെന്ന് വെച്ചാൽ ജെനസിസ്. സെഡിമെൻ്ററി റോക്ക് ഏതാണെന്ന് വെച്ചാൽ സാൻഡ് സ്റ്റോണ്. സാൻഡ് സ്റ്റോൺ മാത്രമല്ല വേറെ കുറേ സ്റ്റോണുകളുണ്ട്. ലൈം സ്റ്റോൺ, അതൊക്കെ വരുന്നത് സെഡിമെൻ്ററിക്കകത്താണ്. ഓക്കെ, അടുത്തത് വരുന്നത് മാർബിൾ ഈസ് മോഡിഫൈഡ് ഫോം ഓഫ്. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളല്ലേ. മാർബിൾ ഏതിൻ്റെ മോഡിഫൈഡ് ഫോമാണ്? സാൻഡ് സ്റ്റോൺ ആണോ, ലൈം സ്റ്റോൺ ആണോ, ഗ്രാനൈറ്റ് ആണോ, ഷിസ്റ്റ് ആണോ? ഏതിൻ്റെയാണ് പറഞ്ഞേ? ഇതിൻ്റെ ആൻസർ വരുന്നത് ലൈം സ്റ്റോൺ ആണ്. മാർബിള് ലൈം സ്റ്റോൺ, അതായത് ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് മാർബിള് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കുക. ലൈം സ്റ്റോണിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? മാർബിള് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് എ കോമൺ ഫ്യൂച്ചർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്സ്. എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ? എന്താണ് സ്കാരിഫിക്കേഷൻ? ഇതൊക്കെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോയി നോക്കുക. ഇപ്പം അതിനായിട്ട് വിശദീകരിച്ച് പറയാനുള്ള സമയം ഇവിടെ ഇല്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് സമയം ഇല്ല, ഇനി പഠിക്കാൻ സമയമില്ല, ഒരുപാട് എൻ്റെ മുന്നിൽ പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ മുന്നിൽ ഒരേ ഒരു മാർഗ്ഗമുള്ള ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യുക. തിയറിയെക്കാട്ടി കൂടുതലും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മെമ്മറിഫുൾ ആവുന്നത് എക്സാം ഹാർഡ് ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസുകളായിരിക്കും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുന്നോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് എ കോമൺ ഫ്യൂച്ചർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്സ്. മെറ്റാമോർഫിക് ആണോ, സെഡിമെൻ്ററി ആണോ, ഇഗ്നേഷ്യസ് ആണോ, ഓൾ ആണോ? ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ കോമൺ ഫ്യൂച്ചർ ഓഫ് സെഡിമെൻ്ററി റോക്കിൻ്റെ മെയിൻ ഫ്യൂച്ചറാണ് എന്ത്? സ്ട്രാറ്റിഫിക്കേഷൻ.
അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷനും എസ് ഉണ്ട്, സെഡിമെൻ്ററിക്കും എസ് ഉണ്ട്. അങ്ങനെ ഓർത്തിരിക്കുക. സ്ട്രാറ്റിഫിക്കേഷൻ്റെ മെയിൻ ഫ്യൂച്ചർ ഏതിൻ്റെ കോമൺ ഫ്യൂച്ചറാണ്? സെഡിമെൻ്ററി റോക്കിൻ്റെ കോമൺ ഫ്യൂച്ചറാണ് സ്ട്രാറ്റിഫിക്കേഷൻ. അടുത്ത ഹൂ ഡിസ്കവേർഡ് ലാറ്ററൈറ്റ് സോയിൽ? അപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ ഡിസ്കവർ ചെയ്ത ആരാണ്? ഫ്രാൻസിസ് ബുച്ച്മാൻ ആണോ, ജോഫ് ആണോ, ജെനി ആണോ, ഡോക്ചേവ് ആണോ? ആരാണ് ലാറ്ററൈറ്റ് സോയിൽ ഡിസ്കവർ ചെയ്തത്? ആരാണ് ലാറ്ററൈറ്റ് സോയിൽ ഡിസ്കവർ ചെയ്തത്? ലാറ്ററൈറ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് സ്ഥലത്താണ്? ലാറ്ററൈറ്റ് സോയിലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞേ. ഇത് 3 ആൻസർ അറിയാം, കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഫെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ഗാർഡൻ, അത് ചെക്കൂർമാനീസ് ആണ്. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതുപോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്രാൻസിസ് ബുച്ചാനൻ ആണ്. എന്ത്? ഡിസ്കവറി ഓഫ് എ ലാറ്ററൈറ്റ് സോയിൽ അല്ലേ? ലാറ്ററൈറ്റ് സോയിൽ ഡിസ്കവർ ചെയ്ത ആരാണ്? ഫ്രാൻസിസ് ആൻഡ് ബുച്ച്മാൻ ആണ്. ജോഫ് നമ്മൾ അറിയല്ലേ, സോയിൽ ഫോമിങ്ങിനകത്ത് നമ്മൾ 2 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ടല്ലേ, അതിനകത്ത് ജോഫിനും ജെനിക്കും നല്ല ഒരു ഇത് എഴുതാനുണ്ടല്ലോ. ജോഫും ജെനിയും 2 ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച ആൾക്കാരാണ്. ജോഫ് പറഞ്ഞു ഇത് ഒരു സോയിൽ ഇന്നതാണെന്ന് പറയുമ്പോൾ ജെനി പറഞ്ഞു സോയിൽ ഇതല്ല, സോയിൽ വേറൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ജോഫ് പറഞ്ഞു എന്താണ്? സോയിൽ ഡിവൈഡഡ് സോയിൽ ഫോമിങ് ഫാക്ടേഴ്സിൻ്റെ ആക്റ്റീവ് എന്നും പാസീവ് എന്നും പറഞ്ഞു. ജോഫ് എന്താ പറഞ്ഞേ? സോയിൽ ഫോം ചെയ്യുമ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ട്, ആക്റ്റീവ് ഫാക്ടർ എന്നും പാസീവ് ഫാക്ടർ ഉണ്ട്. പക്ഷെ ജെനി വന്നിട്ട് പറഞ്ഞു അല്ല, സോയിൽ ഫോമിങ് ഫാക്ടേഴ്സ് വേറെയാണെന്നും കൊണ്ട് ജെനി ഒരു ഇക്വേഷൻ തന്നെ രൂപീകരിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഡോക്ചേവ് ആണ്. ഡോക്ചേവ് ആരാണ്? ഡോക്ചേവ് നമ്മുടെ ഫാദർ ഓഫ് സോയിൽ സയൻസും കൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയിൽ സയൻസിന് ചെറിയൊരു Q&A സെക്ഷന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കവറായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബേസിക്കിൽ നിന്നാണ് ഞാൻ വെറും ക്വസ്റ്റ്യൻസുകൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും എല്ലാവരുടെ പ്രിപ്പറേഷനും നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. അപ്പോൾ ഇനിയും പഠിച്ച് തീരാത്തവർക്ക് അല്ലെങ്കിൽ ഇനിയും എന്താണ് എവിടെ നിന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നു, ഓപ്ഷൻസുകൾ തമ്മിൽ തിരിഞ്ഞു പോകുന്നു എന്ന പ്രശ്നമുള്ളവർക്ക്, ആരും റോബോട്ട് അല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് ക്വസ്റ്റ്യൻസ് മറന്നു പോവുക, അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരിക. ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ്, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വിത്തൗട്ട് ഓപ്ഷനിലൂടെ തന്നെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുക. അതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നും ചെയ്യുക. ദിവസം ഒരു 200-300 ക്വസ്റ്റ്യൻസ് എങ്കിലും മാക്സിമം ചെയ്യുക. ഇപ്പം എല്ലാവരും എന്തായാലും 6, 7, 8 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്നവരായിരിക്കും. ഇതിൽ 1 മണിക്കൂർ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസുകൾ മൊത്തം ഞാൻ ചെയ്ത് തീർത്തു, ഇനി ഞാൻ എവിടുന്ന് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അപ്പം അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഏണസ്റ്റ് അക്കാഡമി ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 200-ലധികം പ്രാക്ടീസ് ടെസ്റ്റുകൾ അടങ്ങുന്ന 6000-ലധികം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭ്യമാകാം. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്